മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ മൾബറി എന്ന് പറയുന്ന ഒരു സസ്യത്തെ പറ്റിയാണ്. നമുക്കൊക്കെ ഏറെ സുപരിചിതമായ ഒരു സസ്യമാണ് മൾബറി. കുറേ കാലങ്ങൾക്ക് മുമ്പ് സെറിഫിഡ് അഥവാ പട്ടുനൂൽ പുഴു വളർത്തൽ നല്ല പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നവർ അതിന് തീറ്റയായി നൽകാൻ വേണ്ടി വളരെ വ്യാപകമായി ഈ മൾബറി കൃഷി ചെയ്തിരുന്നു. എന്നാൽ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയൊന്നും അധികം ആൾക്കാരും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. എന്നാൽ പിന്നീട് മൾബറിയും അതിൻ്റെ ഔഷധ ഗുണങ്ങളെയും സംബന്ധിച്ച് നമ്മൾ വളരെ കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മൾബറിയുടെ പഴം, മൾബറിയുടെ ഇല ഒക്കെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ്. സ്വാദിഷ്ടവും ആരോഗ്യദായകവുമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് മൾബറി. മൾബറിയുടെ ഇല എന്ന് പറയുമ്പോൾ തളിരില എടുത്ത് ചെറുതായി അരിഞ്ഞ് ആ തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത് അതീവ സ്വാദിഷ്ടമാണ്. മറ്റ് തോരനൊക്കെ വയ്ക്കുന്നതിനോട് തന്നെ നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന സ്വാദ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കൊഴുപ്പ് അല്പം പോലും ഇല്ലാത്ത ഒരു ഭക്ഷ്യവിഭവമാണ് മൾബറി ഇല. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുവഴി സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളില്ലാതിരിക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. മൾബറിയുടെ പഴം സ്വാദിഷ്ടവും നാര് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതുമായ ഒരു പഴമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ തണ്ടാണ് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. മൾബറിയുടെ പഴം കഴിക്കുന്നതും ഇല തോരനായിട്ട് കഴിക്കുന്നതൊക്കെ മലബന്ധം അകറ്റുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കൾ കൂടുതലായി ഉണ്ടാകുന്നതിന് ഈ മൾബറിയുടെ പഴം കഴിക്കുകയോ ഇല പാചകം ചെയ്ത് കഴിക്കുകയോ ചെയ്താൽ മതി. രക്തചംക്രമണം സുഗമമാവുന്നതിനും മൾബറി നമ്മളെ സഹായിക്കുന്നുണ്ട്. വിളർച്ച മാറാൻ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ആയുർവേദ മരുന്ന് കൂടിയാണ് ഈ മൾബറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം കുറയ്ക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. ഇപ്പോഴേറ്റവും കൂടുതൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് മറവി രോഗം. മറവി രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു പരിധിവരെയൊക്കെ മൾബറി കഴിക്കുന്ന മൂലം സാധിക്കുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് മൾബറിക്ക് സാധിക്കുന്ന മൂലമാണ് ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലെ രോഗങ്ങൾ വരാതിരിക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മൾബറി കഴിക്കുന്ന മൂലം നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലം വർദ്ധിപ്പിക്കുവാനും അവ സംരക്ഷിക്കാനും മൾബറിയോളം പ്രാധാന്യമുള്ള മറ്റൊരു ഭക്ഷണവസ്തു ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇതുമൂലം സാധിക്കുന്നു. അതുപോലെ തന്നെ അകാല വാർദ്ധക്യത്തെ കുറയ്ക്കാൻ മൾബറി പഴം സ്ഥിരമായി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ നമ്മുടെ തൊലി ചുളുങ്ങുന്നതിനെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ നല്ല ആ സൗന്ദര്യം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ മൾബറിക്കുണ്ട്. മൾബറി പഴമോ ഇലയോ കഴിക്കുന്ന ഒരാൾക്ക് ഉദര സംബന്ധമായ യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ്. ഈ മൾബറി ഒരെണ്ണം വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തോരനായിട്ടോ പഴമായിട്ടോ ഒക്കെ കഴിപ്പിക്കുകയാണെങ്കിൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഇതുമൂലം സാധിക്കും എന്നുള്ളതും വസ്തുതയാണ്. ഇതിൻ്റെ തണ്ട് നട്ടാണ് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങളായ ആടിനും അതുപോലെ തന്നെ പശുവിനും ഒക്കെ നമുക്ക് ഇത് കൊടുത്ത് പഠിപ്പിക്കാവുന്നതാണ്. ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ആദ്യം അല്പം ഉപ്പോ ശർക്കര വെള്ളമോ തളിച്ചു കൊടുത്ത് ശീലിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് അല്ലാതെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുട്ടക്കോഴി വളർത്തുന്നവർക്കും ഈ മൾബറിയുടെ ഇല കൊടുത്ത് പഠിപ്പിക്കാവുന്നതാണ്. മൾബറിയുടെ ഇല കൊടുക്കുന്ന മൂലം ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം എല്ലാ പക്ഷിമൃഗാദികൾക്കും ഉണ്ടാവുന്ന മാത്രമല്ല മുട്ടക്കോഴി വളർത്തൽക്കാർക്ക് ധാരാളം മുട്ട ലഭിക്കുകയും കോഴിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും തർക്കമറ്റ സംഗതിയാണ്.
യാതൊരു വിധത്തിലുള്ള പരിചരണങ്ങളൊന്നും മൾബറിക്ക് ആവശ്യമില്ല. പിന്നെ പഴത്തിന് വേണ്ടി വളർത്തുന്ന മൾബറിയാണെങ്കിൽ 1-2 പ്രാവശ്യം അല്പം ചാണാപ്പൊടിയും എല്ലുപൊടിയും മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ ഇത് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പഴത്തിനും നല്ല ഡിമാൻഡാണ് ഉള്ളത്. നമുക്ക് ഒരു തൊഴിലായി സ്വീകരിക്കാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൃഷി ആരംഭിക്കാവുന്നതാണ്. വിവിധ ഇനങ്ങളിലുള്ള മൾബറി ചെടികൾ ഇന്ന് നഴ്സറികളിൽ നമുക്ക് ലഭ്യമാണ്. അവ വാങ്ങിച്ച് നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് മൾബറി ചെടിച്ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. ഇത് പ്രൂണിങ് ചെയ്ത്, അതായത് ശിഖരങ്ങൾ മുറിച്ച് മനോഹരമായി വളർത്തിയാൽ ഒരു പഴച്ചെടി എന്നതിലുപരിയായിട്ട് കാഴ്ചയ്ക്ക് ഇമ്പമേകുന്ന, കൗതുകമേകുന്ന മനോഹരമായ ഒരു ചെടിയായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. വളരെ ആകർഷവും എന്നാൽ പോഷകസമ്പുഷ്ടമായ ഒരു പഴം എന്നതിലുപരി നമുക്ക് മനസ്സിനും നമ്മുടെ ശരീരത്തിനും കുളിർമ നൽകുന്ന നിറങ്ങളോടുകൂടിയ കായ്കളും പഴങ്ങളുമാണ് ഇവയിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ധാരാളം പക്ഷികളെ ആകർഷിക്കാൻ കൂടി ഈ മൾബറിക്ക് കഴിയുന്നു എന്നുള്ളതും സത്യമാണ്. ഇതിൻ്റെ പഴം പക്ഷികൾക്ക് വളരെ ഇഷ്ടമായതിനാൽ പഴങ്ങളാകുമ്പോൾ ധാരാളം പക്ഷികൾ ഇതിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ഉപകാരപ്രദമായ ഇത്തരം പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ വച്ചു പിടിപ്പിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മുടെ നാട്ടിലെ അറിയാൻ വയ്യാത്തവർക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറേണ്ടതുമൊക്കെ നമ്മുടെ ആവശ്യമാണ്. നിരവധി ഔഷധ സസ്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്. ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച അറിവ് ശേഖരിക്കാനും അത് പങ്കുവയ്ക്കാനും എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രത്യേകമായ അപേക്ഷ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടി വളരെ ആരോഗ്യവും സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം പടുത്തുയർത്താനും ആരോഗ്യമുള്ള ജനതയെ നമ്മുടെ നാട്ടിൽ സമ്മാനിക്കാനും നമുക്ക് സാധിക്കുന്നു. പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്ന, പ്രകൃതി ഒരുക്കിയിരിക്കുന്ന നിയമങ്ങൾ വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്ന പക്ഷം ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുത്ത് സന്തോഷപൂർണ്ണമായി ജീവിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും അത് പ്രചരിപ്പിക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.